ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളി കഥ കേൾക്കാൻ പോയാലോ? പ്രായത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടോ അതോ ക്യൂരിയോസിറ്റി കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, അനിയത്തിക്കുട്ടി ജിഷ ഇന്ന് രാത്രി ഞാനുമായി കളിക്കാനൊക്കെ പറഞ്ഞതിൻ്റെ ത്രില്ലിലാണ് ഞാൻ അത്താഴം കഴിക്കാൻ പോയത്. ഏത് കഥയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹപ്രകടനത്തിൻ്റെ കഥയില്ലേ, അതിൻ്റെ ബാക്കിയാട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ തന്നെ അങ്ങ് കേൾക്കാം. അപ്പോൾ തിരിച്ച് നമുക്ക് കഥയിലേക്ക് പോവാം. എന്നാൽ അനിയത്തിക്കുട്ടി അച്ഛനെ വട്ടാക്കാൻ വേണ്ടി എന്ത് വേഷത്തിലാവും ഇറങ്ങി വരിക എന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയം അമ്മ വിളിച്ച് കൂവുന്നുണ്ട്, എടീ ജിഷേ, നിനക്ക് ആഹാരം കഴിക്കാൻ വരാറായില്ലേടി എന്നൊക്കെ. അപ്പോൾ ബാത്റൂമിൽ നിന്ന് ജിഷയുടെ മറുപടി കേൾക്കുന്നുണ്ട്, ഞാൻ കുളിക്കുക, ദാ വരുന്നു എന്ന്. ആ സമയത്താണ് അവളുടെ ഒരു കുളി. അമ്മ നാട്ടിക്കണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴെന്തിനാ ജിഷ കുളിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച്. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായത്. രാത്രി ഞാനുമായിട്ട് അല്ലേ, അതായിരിക്കണം ഫ്രഷ് ആവുന്നതെന്ന് എനിക്ക് തോന്നി. അത് അവൾക്കും തോന്നിയിട്ടുണ്ടാവും, ഫ്രഷായിട്ട് എൻ്റെ പരിപാടി തുടങ്ങാമെന്ന്. അതാന്ന് തോന്നുന്നുണ്ട് ഈ സമയത്തുള്ള കുളിച്ച് ഫ്രഷായി നിൽക്കുന്നുണ്ട് ജിഷക്കുട്ടിയെ ഞാനൊന്ന് ആദ്യമായിട്ട് പോയ. ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരം കുളിര് കോരി. താഴേക്കൊരു അനക്കൊക്കെ വന്ന് തുടങ്ങി. ഇതൊക്കെ ആലോചിച്ചിരുന്ന സമയം ജിഷയുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കി, അവൾ വരുന്നുണ്ടോന്ന്. എന്നാൽ അധിക നേരം അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. നോക്കി ഞങ്ങളെ ഞെട്ടിച്ച് കണ്ട അവളിറങ്ങി വന്ന്. അവളുടെ വേഷം കണ്ട് ഞങ്ങൾ പരസ്പരം നോക്കാനാ വരെ കുനിഞ്ഞു കളഞ്ഞു. അവളാണെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു തോർത്തുകൊണ്ട് തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേ. പിന്നെ മുട്ടോളം മാത്രം ഇറക്കുള്ള ഒരു ടവല് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതാണ് കേട്ടോ അവളുടെ വേഷം. എന്തായാലും അതിട്ടിട്ടുണ്ട് മനസ്സിലായി. ഒരു സ്ലിം വള്ളി തോളിലൂടെ പോയിട്ടുണ്ട്. ഇനി താഴത്തിട്ടിട്ടുണ്ടോയെന്നൊന്നും വ്യക്തമല്ല, കാരണം ടവലിനൊരല്പം കട്ടിയുള്ളതിനാൽ അത് കാണാൻ കഴിഞ്ഞൊന്നുമില്ല. അച്ഛനെ വട്ടാക്കാൻ വേണ്ടിയാ അവൾ ഈ വേഷം കെട്ടുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായെങ്കിലും അവളുടെ ആ നിൽപ്പ് അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. തൊഴിലും തോക്ക് മുത്തുമണി പോലെ ജലകണികകൾ താളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നോക്കാതിരിക്കാനും പറ്റുന്നില്ല. അച്ഛൻ അവളെ തന്നെ തെറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട അമ്മ അവൾക്ക് നേരെ തിരിഞ്ഞു. വര നിനക്കിപ്പോൾ നാണം നഷ്ടപ്പെട്ടോ, ഇപ്പോൾ ഡ്രസ്സ് മാറാൻ്റെ കൈക്കടി. അതും പറഞ്ഞ അമ്മ നിർത്തിയതും ജിഷയുടെ മറുപടി കേൾക്കണ്ടേ. ദേഹം ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പം ഡ്രസ്സ് ഇട്ടാൽ അതൊക്കെ നാശമാകും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ, പറയുന്ന കേട്ടത്തൊന്നും പുറത്തുള്ള ആരോ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. എന്നാലും വീട്ടിലൊക്കെ ഡ്രസ്സ് അടിക്കുന്നതിനൊരു നീക്കും പോക്കൊക്കെ വേണ്ടേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അത് കേട്ടതും വീണ്ടും ജിഷ അതിന് അമ്മയെല്ലാം കിടന്ന് വിളിച്ചു കൂക്കിയത്. അതുകൊണ്ടല്ല ഞാൻ വേഗം ഇറങ്ങി. അച്ഛൻ പറ, ഞാൻ പോയി ഡ്രസ്സ് മാറി വരണം. അതവൾ അച്ഛനിട്ടൊരു പണി കെടുത്തതാണെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. എന്നാലും എന്താകും അച്ഛൻ്റെ മറുപടിയെന്ന് ഞാനിങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയം അച്ഛനൊന്ന് അമ്മയെ പാളി നോക്കിയിട്ട് അമ്മയോടുള്ള മറുപടി എന്ന പോലെ പറഞ്ഞു, അവൾ കൊച്ചല്ലേടി, അവളവിടെ വന്ന് ആഹാരം കഴിക്കട്ടെ. അപ്പോഴേക്കും എന്തേ അമ്മ, തന്നെ കൊച്ചു വാവ തന്നെ, അയ്യോ ഇല്ല കൊച്ചു വാവ, എന്നാൽ മടിയിലിരുത്തി ആഹാരം കൊടുത്തോ. ഇത് കേട്ടതും ദിശ, അതിനെന്താ, അച്ഛൻ എനിക്ക് മടിയിലിരുത്തി ആഹാരം തരുമല്ലോ അല്ലേ അച്ഛാ എന്നും പറഞ്ഞ് അവൾ നേരെ ചെന്ന് അച്ഛനെ മടിയിൽ കയറിയിരുന്നു. ആ സമയം എല്ലാവരും ഒരുപോലെ തന്നെ അന്തം വിട്ടുപോയി.
അമ്മയാണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് ജിഷ അടിക്കാനായിട്ട് ചെന്നു. അത് കണ്ടത് അവൾ വേഗം എന്നിട്ട് ഓടിക്കളഞ്ഞു. നേരെ വന്ന് എൻ്റെ അടുത്ത് കിടന്ന കസാരയിലിരുന്നു. അച്ഛനിപ്പോൾ മിക്കവാറും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ പാത്രം മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ആ ഇത്തിരി കൂടുന്നുണ്ട് നിൻ്റെ കുട്ടിക്കളി. ഇത് കേട്ട് ജിഷ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ കളി ഇത്തിരി കൂടുന്നുണ്ട്. ഇത് കേട്ടതും അച്ഛനും അമ്മയും ഒന്ന് പരസ്പരം നോക്കി. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ജിഷമോടെ നോക്കുന്നൊക്കെയുണ്ട്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് താഴോട്ടൊന്നും അത്ര കാണാൻ കഴിയുന്നില്ല. എനിക്കാണെങ്കിൽ അതൊക്കെ കാണാനും കഴിയുന്നുണ്ട്. ആഹാരം കഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്ക് തന്നെയാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചതിന് എല്ലാവരും കഴുകാൻ വാഷ് ബേസിലേക്ക് പോയി. അച്ഛനാ ആദ്യം കഴുകിയത്. ഞാൻ ജിഷ ക്യൂവിലെന്ന പോലെ പിറകിലായിട്ട് നിൽപ്പുണ്ട്. ആ സമയം അമ്മ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുന്ന തിരക്കിലും അച്ഛൻ കൈ കഴുകിക്കഴിഞ്ഞ് തിരിഞ്ഞൊരു ജിഷ വന്നു. അച്ഛത്തെ എൻ്റെ ടവൽ അഴിഞ്ഞു, ഒന്ന് കെട്ടിക്കേ എന്നും പറഞ്ഞ് അവളെ ടവൽ അഴിഞ്ഞു പോകാതിരിക്കണേ ഒന്ന് കൂനിക്കൂടി നിന്നു. അത് കേട്ടതും അച്ഛൻ അവളുടെ ടവൽ പിടിച്ചു. അപ്പോൾ അവൾ നിവർന്നു നിന്നു. ഇതെല്ലാം കണ്ട് ഞാനാണെ ആവശ്യത്തൊരുത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയെ നോക്കി. അപ്പോൾ അമ്മ അവിടെ നിന്ന് നടക്കുന്നതെന്ന് നല്ലപോലെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജിഷയുടെ ടവല് അതിന് താഴേക്ക് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛനത് അണിഞ്ഞ് വീഴാതെ അതിലടക്കം പിടിച്ചിട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ടവലൊക്കെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ജിഷയുടെ പിറക്കിലായിട്ട് ചെന്ന് നിന്നു. എന്നിട്ട് മറ്റേ കൈ കൂടി ജിഷയുടെ അതിനിടെ കൂടി ഇതാക്കി അതിന് നേരെ ടവലിക്ക് പിടുത്തിട്ട്. അപ്പോഴേക്കും അച്ഛൻ്റെ ഇത് ജിഷയുടെ അവിടെ ഇങ്ങനെ അമർന്നിട്ടോ ഇരിക്കാറ്. അച്ഛൻ അവസരം മുതലാക്കി നല്ലപോലെ വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതുവരെ പോകുന്ന അറിയാനുള്ള നിൽപ്പാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ആ സമയം അച്ഛനല്ലേ, മോള് കൈ കഴിക്കുക, ഞാൻ ടവൽ അഴിയാതെ പിടിച്ചോളാം. അതാകുമ്പോൾ ജിഷ കൈ കഴിയുന്നത് വരെ അച്ഛൻ നല്ലപോലെ പിന്നെ പിടിയിപ്പോൾ അതും ചേർത്താണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും അച്ഛൻ നല്ലപോലെ സുഖിക്കുന്നുണ്ട്. ഇത് കേട്ട് ജിഷ കൈ കഴുകാനായി മുന്നോട്ടിതാക്കിയതും അവളുടെ പുറം അതിലേക്കൊക്കെ ഇങ്ങനെ അമരുന്നൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ അതൊക്കെ നല്ലപോലെ മുതലാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടതും അമ്മയുടെ നിയന്ത്രണം വിട്ടു. അമ്മ ഓടി വന്ന് ജിഷയുടെ കയ്യിലൊരു ഒറ്റ അടിയും കൊടുത്തു. എന്നിട്ട് മാറി നിൽക്കും അങ്ങോട്ട് എന്നും പറഞ്ഞ് അവളുടെ ടവലിൽ പിടിയമർത്തി. അപ്പോഴേക്കും അച്ഛനൊരു നിരാശയോടെ പിന്മാറി. ചെക്കൻ പിറങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഒരു ചിന്ത ഉള്ളിലത്തെ മനുഷ്യനെന്ന് പറഞ്ഞ് അമ്മ നിർത്തിയതും ഞാൻ ആലോചിച്ചു, ഞാൻ പിറകി നിന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ. എന്നിട്ട് അമ്മ തന്നെ നമുക്ക് ടവലെടുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് വേഗം റൂമിലേക്ക് പോയി കളയാനും പറഞ്ഞു. ഞാൻ കൈയൊക്കെ കഴുകി തിരിഞ്ഞു നോക്കുമ്പോൾ ജിഷയെ കാണാനില്ല. അപ്പോഴേക്കും അച്ഛൻ പോയി സെറ്റിലിരുന്നു. ഞാനും സെറ്റിൽ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മയും ജോലിയൊക്കെ കഴിഞ്ഞ് സെറ്റിലേക്ക് എത്തി. അപ്പോഴതാ ജിഷ ഡ്രസ്സൊക്കെ മാറി എത്തിയിട്ടുണ്ട്. ഡ്രസ്സ് മാറിയെങ്കിലും അവളിപ്പോൾ ഒരു അതുമാതിരിയുള്ളതൊക്കെ തന്നെ ഇട്ടേക്കണേ. അവളും വന്ന് സെറ്റിലിരുന്നു. കുറച്ച് സമയം ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ അമ്മ പതിയെ മിണ്ടി തുടങ്ങി. അമ്മ പറയുക, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വീട്ടിനകത്താലും പുറത്താലും പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ച് അയഞ്ഞ ഡ്രസ്സിലൊക്കെ നടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പിന്നെ പീഡനങ്ങൾ നടക്കാനൊക്കെ കാരണമാവും കേട്ടല്ലോ. അതുകൊണ്ട് അവളുടെ ഡ്രസ്സിൻ്റെ കാര്യം ജിതേശി കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടല്ലോ. ഇത് കേട്ടതും ഞാനൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് തലയാട്ടി. അപ്പോഴേക്കും ജിഷ
വീടിന് പുറത്ത് അമ്മ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം, പക്ഷേ വീടിനകത്ത് എന്തിനാ ഈ റെസ്ട്രിക്ഷൻ? ഇവിടെ ആർക്കാ എന്നെ കാണുമ്പോൾ പ്രലോഭനമുണ്ടാകുന്നത്? ഇത് കേട്ടതും അമ്മയ്ക്ക് മിണ്ടാട്ടം മുട്ടിയതുപോലെ. എന്നാലും അമ്മ വിട്ടുകൊടുക്കോ? വിട്ടുകൊടുത്തൊന്നുമില്ല. വീടിനകത്താണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറിയാൽ മാനം പോകില്ലേ? അതാ ഞാൻ പറഞ്ഞു. ഓഹ്, ഇവിടെ ആര് വരാനാ? നമ്മളിവിടെ താമസം പറഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഓണത്തിന് മാത്രം കൊച്ചിനും കുഞ്ഞമ്മയും കൂടി ഒന്ന് വന്നുപോയി. അതുകൊണ്ട് അക്കാര്യത്തിൽ അമ്മ പേടിക്കാനൊന്നുമില്ല. ഓഹോ, എന്നാലും നീ ഇവിടെ തുണിയില്ലാതെ നടക്കുമെന്ന് തന്നെ ഉറപ്പിച്ചേക്ക? തുണിയില്ലാതൊന്നും അല്ലല്ലോ അമ്മേ, തുണി ഉടുത്തിട്ടല്ലേ നടക്കുന്നേ. അമ്മയും ഓഫീസിൽ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ താത്തി സാരി കൊടുത്തന്നല്ലേ പോകുന്നത്. ഇത് കേട്ടതും അച്ഛനിരുന്ന് ചിരിച്ചു പോയി. ഇതും കൂടി കണ്ടതും അമ്മയ്ക്ക് ദേഷ്യം കൂടി വന്നു. ഓ, എന്നെപ്പോലാണോ നീ? എനിക്ക് പ്രായമായില്ലേ? കാണുന്നവർക്ക് കൂടി തോന്നണ്ടേ? ഇത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു ചിരിയൊക്കെ വന്നു. എന്നാലും അത് പെട്ടെന്ന് നിർത്തി. ഓ, എന്നിട്ട് എല്ലാവരും പോയി കിടക്കാൻ നോക്കിയേ, രാവിലേക്ക് എണ്ണിക്കാനുള്ളതാ. ഇത് കേട്ടതും എല്ലാവരും എണീറ്റ് മുറിയിലേക്ക് പോയി. പൊങ്ങുന്ന കൂട്ടത്തിൽ ജിഷേനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ റൂമിൽ ചെന്ന് കഥക് കുറ്റിയിടാതെ തന്നെ ആ കട്ടിലിരുന്നു. ജിഷ ഇങ്ങോട്ട് വരുമോ അതോ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ വാതിൽക്ക ജിഷ എത്തിക്കഴിഞ്ഞു. അവൾ നേരെ എന്നെ കട്ടിലിനെ ലക്ഷ്യമാക്കി തന്നെ നടന്നു. കട്ടിലിരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് നിന്നു. അടുത്ത് നിന്നപ്പോൾ തന്നെ അവളുടെ ആ ഒരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. അവൾ സോപ്പ് നന്നായിട്ട് പതച്ച് കുളിച്ചിട്ടുണ്ട്. ആക്രാന്തം കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ സഹിച്ച് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജിഷ പറഞ്ഞു, നമുക്ക് പോയി അച്ഛനും അമ്മയും ഉറങ്ങിയൊന്ന് നോക്കാം, എന്നിട്ട് വാതിൽ ലോക്ക് കൂടി ചെയ്തിട്ട് വന്നാലോ? കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അച്ഛൻ്റെ അമ്മയുടെയും മുറിയിൽ ആ വാതിൽ പതുങ്ങി നിന്നു. അപ്പോഴേയും അകത്ത് നിന്ന് അവർ തകൃതിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കാതോർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആശ്വസിക്കുക, നീ എന്തിനാണ് അവളോട് ആവശ്യമില്ലാതൊക്കെ പറയാൻ പോകുന്നത്? ഓ, ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെ പറയാതിരിക്കുന്ന? അപ്പോൾ നിനക്കും അവിടെ വായിൽ നിന്ന് കണക്കിന് കിട്ടിയല്ലോ. ഞാനപ്പോൾ സത്യം പറയാൻ പോയതാ. നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പൊക്കുന്ന താഴെ വെച്ച് സാരി എടുക്കുന്നേ. പിന്നെ നിങ്ങൾ മോശക്കാരനാകണ്ടെന്ന് വെച്ചു. സത്യം പറയാമല്ലോ മോളെ, അതും ഇങ്ങനെ സാരി എടുത്ത് നിന്നെ കണ്ടാൽ ഏതവൻ്റെ ഇതുപോലും ഇതായി പോവും. അത് കണ്ടിട്ടാവൂലേ നിങ്ങൾ പല ദിവസവും പോകാൻ ഇറങ്ങിയിട്ട് വീണ്ടും എന്നെ കണ്ട്. ഓഹോ, അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? എല്ലാവരും ഒത്തിറങ്ങിയ ശേഷം പല ദിവസം ഇവർക്കിതാ പരിപാടിയല്ലേ? ഞാൻ ജിഷയും പരസ്പരം നോക്കിയെന്ന് ചിന്തിച്ചു. പിന്നെ നീ അതും ഇതും കാണിച്ചെടുക്കുമ്പോൾ എല്ലാവരും നിന്നെ നോക്കി വെള്ളമിറക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോഴും എൻ്റെതാവും കേട്ടോ. വൃത്തികെട്ട മനുഷ്യൻ. അതിൻ്റെ സുഖം നിനക്ക് അറിയില്ലടി, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അതിനല്ലേ ചില ദിവസങ്ങൾ ഓഫീസിലെ കോപ്പിക്ക് 2 പേക്ക് വാങ്ങി കൊടുക്കുന്നത്. അപ്പോഴേക്കും അവനുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കാവും. ഓ, ആ വൃത്തികെട്ടവൻ എന്നെക്കുറിച്ചും പറയാറുണ്ടോ? പിന്നെ അല്ലാതെ അമ്മയും മോളെയും ഒരേ വണ്ടി കെട്ടാന്നാ കോപി പറയണേ. എന്നിട്ട് അവൻ വേറെന്തൊക്കെ പറഞ്ഞു? ഓ, അപ്പോൾ നിനക്കത് കേൾക്കണമല്ലേ? പിന്നെ അല്ലാണ്ട് ആ വൃത്തികെട്ട ഗോപി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. അവൻ വൃത്തികെട്ടവനാണെങ്കിൽ നീ കേൾക്കണ്ട. സ്വന്തം തക്ക് പറ്റി പുകറ്റുന്നത് കേൾക്കാൻ ഏത് പെണ്ണിനല്ലേ ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ട് തന്നെ അമ്മ വീണ്ടും അച്ഛനെ നിർബന്ധിക്കുന്നത് കേട്ടു. ഗോപി 2 അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങ് പുറത്ത് വരും. ഞാൻ പറയുന്നത് സാറിൻ്റെ ഭാര്യയെ കണ്ടാലേ അറിയാം. അവൾ ഒന്നെങ്കിൽ നിൽക്കുന്ന കൂട്ടത്തിലല്ലാന്ന്. നീയൊരു മറ്റേതാണെന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അവനെ തല്ലാതെ വിട്ടോ. ഓ,
എന്തിനാ തരുന്നത്? അവൻ പറഞ്ഞത് സത്യമെന്ന് എനിക്കല്ലേ അറിയൂ. രാത്രി ഞാനല്ല അനുഭവിക്കുന്നേ. ഓ, അപ്പം ഇനി മുതൽ ഇങ്ങ് വാട്ടാ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാം. നിങ്ങളുടെ അവിടെ അങ്ങനെ ഇരുന്നു. ഷേ, പിണങ്ങല്ലേ, ബാക്കി കൂടി കേക്ക്. നിന്നെ കണ്ടല്ല ആർക്കും ഇതാക്കാൻ തോന്നുത്രേ. സാറ് ഭാഗ്യവനാണ്. അവൻ നിന്നെ കാണുന്നതിൻ്റെ അന്നെല്ലാം വീട്ടിൽ പോയിട്ട് ഓർത്തിട്ട് ആൾക്കാരൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അത്ര കിടക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സുഖമെന്നറിയോ. പല ദിവസവും നിങ്ങൾക്കും എന്നെ ഇതാക്കാനല്ലേ ഇഷ്ടം. അത് നിൻ്റെ അതൊക്കെ കണ്ട് ആർക്കാടി തോന്നാത്തത്? അപ്പോൾ കോപി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി, നീ അതൊക്കെ ഒന്ന് അയച്ചേ. അത് ഞാൻ അയക്കാം. എന്നിട്ട് കോപ്പി വേറെന്ത് പറഞ്ഞു? ഓ, ഇത്തിരി കൂടുതൽ കുടിച്ചൊരു ദിവസം കോപ്പി പറയാം. സാറിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം അവനും കൂടി വന്നോട്ടേന്ന്. ആഹാ, എന്നിട്ട് നിങ്ങളവനെ തല്ലിക്കാണൂല്ലേ? എന്തിനാ ഭാര്യ ഞാൻ അവനെ തല്ലുന്നത്? എൻ്റെ ഭാര്യ ഒരാൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അഭിമാനമല്ലേ? ഞാൻ പറഞ്ഞ് അവൾ സമ്മതിക്കുമെങ്കിൽ കുടിക്കുമെന്ന്. ചുമ്മാ അവനൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. മതി മതി, എനിക്ക് കേൾക്കണ്ട. ഇന്ന് കളിക്കുണ്ടോ അതോ കിടന്നുറങ്ങുന്നോ? ഇത് കേട്ടതോ ഞങ്ങൾക്കൊരു സമാധാനമായി. അവരൊന്നും ഇറങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് പോയി തുടങ്ങാമായിരുന്നല്ലോ. ഇതൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടാളും നല്ലപോലെ ഒരിതിലായിരിക്കുക. അപ്പോഴച്ഛൻ, എടി ഭാര്യ, എനിക്കൊരാഗ്രഹം. എന്താവോ ആഗ്രഹം? എനിക്കിന്ന് നിന്നെ ജിഷയുടെ അവിടെ ഇട്ടുന്നതാക്കണം. അപ്പോൾ അവൾ ഉണരില്ലേ? അന്ന് തന്നെ കണ്ടില്ലേ അവൾ പോത്ത് പോലെ കിടന്നിറങ്ങിയത്? അതുകൊണ്ട് ജിഷമോളുടെ അടുത്തെടുത്ത് നിന്നെ ഒന്ന് ഇതാക്കിയ. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാം. വേണ്ട വേണ്ട, നിനക്ക് ഇവിടെ ചെന്നാൽ പിന്നെ അവളെ ഇതാക്കാനൊക്കെ ഒന്ന് തോന്നും. പിന്നെ വേണ്ടാത്ത പല്ലും കൂടി നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ പിന്നെ ജീവിച്ചതിട്ട് കാര്യമില്ല. ഇല്ലടി, സത്യം, നിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. വേണ്ടത്തൊന്നും ചെയ്യില്ല, സത്യം. അവിടെ ചെന്നിട്ട് പിന്നെ വാക്ക് മാറ്റില്ലല്ലോ? ഇല്ല, സത്യം. എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഇത് കേട്ടതും ഞങ്ങൾ ആകെ പരിഭ്രാന്തപ്പെട്ടു. ഞങ്ങളുടേത് മുടങ്ങിപ്പോവോ? ഞങ്ങളുടേത് മുടങ്ങോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതോ നടന്നോ നടക്കാതിരിക്കോ? അച്ഛനും അമ്മയും പോയിട്ട് എന്താ സംഭവിച്ചത് ഒക്കെ നിങ്ങൾക്കറിയണ്ടേ? അങ്ങനെ നല്ല വണ്ണം വൃത്തിക്ക് ഞാൻ നമ്മുടെ ടെലി പറയുന്നുണ്ട്. അതിൻ്റെ ഇത് ഞാൻ കമൻറ്റ് കൊടുത്തേക്കാം. അതുകൂടെ ഇപ്പോൾ കേട്ട് പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണ്ട. വീണ്ടും വീണ്ടും കേട്ട് ആസ്വദിക്കാനുള്ളതല്ലേ. ബൈ, വേഗം തന്നെ കാണാവേ.